നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ദൃശ്യം വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയുടെ ചിത്രമാണ്. വളരെ മനോഹരമായ ഒരു മാലാഖ കുട്ടിയുടെ ചിത്രം. അവളുടെ മൂക്കിലും വായിലും ഒക്കെ ട്യൂബുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൾ ഇനി ലോകത്ത് ജീവനോടെ നിൽക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായം വേണം. ഏകദേശം 16 കോടി രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പലരും പക്ഷെ അതിന് താഴെ വന്ന ഇത് ഫേക്ക് ആണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ എന്ത് വിശ്വസിക്കണമെന്ന് നമ്മൾ പലപ്പോഴും രണ്ടോ അതിൽ കൂടുതൽ വട്ടമെങ്കിലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പലരും ഇത് പറയുന്നത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് സത്യമല്ലാത്ത കാര്യമാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഫേക്ക് അല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ ഇത് വാർത്ത വന്നിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് സ്പൈനൽ മസ്കുലാർ അട്രോഫി ടൈപ്പ് 1 എന്ന അപൂർവ രോഗം സ്ഥിരീകരിച്ച മിയ മരിയയുടെ ചികിത്സയ്ക്കായി കാരുണ്യം തേടിയിരിക്കുകയാണ് ഇപ്പോൾ മാതാപിതാക്കൾ. മൂവാറ്റുപുഴ ആയവനം സ്വദേശി ജിനു ജോർജിന്റെയും ഇരിങ്ങാലക്കുട ആളൂർ സ്വദേശി നിമ്മി ജോജിയുടെയും മകളാണ് ഈ മിയ മരിയ എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് 16.5 കോടി രൂപയുടെ മരുന്നെത്തിച്ച് ജീൻ തെറാപ്പി നൽകിയാൽ മാത്രമേ 7 മാസം പ്രായമുള്ള ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കുഞ്ഞു മിയയെ രക്ഷിക്കണമെങ്കിൽ ജീൻ തെറാപ്പി ചെയ്യണമെന്നും 16.5 കോടിയാണ് അതിന് വേണ്ടി വരിക എന്നും ഡോക്ടർമാർ വ്യക്തമാക്കി കഴിഞ്ഞു. മിയയുടെ ജീവൻ തിരികെ കിട്ടാൻ 1.5 വയസ്സിനുള്ളിൽ ജീൻ തെറാപ്പി ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചതെന്ന് അമ്മ നിമ്മി പറയുന്നുണ്ട്. SMA ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം വിഴുങ്ങാനോ ശ്വസിക്കാനോ നടക്കാനോ ഇരിക്കാനോ കഴിയില്ല. ട്യൂബിലൂടെയാണ് മിയയ്ക്ക് ആഹാരം നൽകുന്നത്. മിയ തന്നെ നോക്കി ചിരിക്കുമ്പോൾ തിരിച്ചു ചിരിക്കാൻ പോലും കഴിയുന്നില്ല എന്നും എങ്ങനെ ജീവൻ രക്ഷിച്ചെടുക്കുമെന്ന് അറിയില്ലെന്നും നിമ്മി പറയുന്നുണ്ട്. മിയയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ PK ജോസ്, മിയയുടെ മാതാവ് നിമ്മി ജോഷി എന്നിവരുടെ പേരിൽ സംയുക്ത ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു ചിരി മായാതിരിക്കാൻ നാടൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും. ഇന്ന് വരെ കഴിഞ്ഞ ദിവസം രാവിലെ വരെ 6.5 കോടി രൂപയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി 10 കോടി രൂപയുടെ ആവശ്യമാണുള്ളത്. എന്തായാലും 10 ലക്ഷം പേർ 100 രൂപ വെച്ചിട്ടാൽ പോലും 10 കോടി രൂപയാകും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക, പറ്റുമെങ്കിൽ സഹായിക്കുക, അങ്ങനെ പറ്റുന്നത് സഹായിക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് അനാവശ്യമായി നമ്മൾ എത്രയോ രൂപ ചിലവാക്കി കളയുന്നുണ്ട്. അതിൻ്റെ പകുതി രൂപയെങ്കിലും നൽകിയാൽ നമുക്ക് ഈ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഈ കുഞ്ഞ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. മലയാളികൾ ഏതൊരു മോശം ഘട്ടത്തിലും ഒരു പണം നൽകി മനുഷ്യനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മലയാളികൾക്ക് സാധിക്കും. ഇതിനു മുൻപും മലയാളികൾക്ക് അത് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ജനിതക വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗം, ഈ സ്പൈനൽ മസ്കുലാർ അട്രോഫിയിൽ നിന്ന് ആ കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. നാഡീകോശങ്ങളുടെയും മോട്ടോർ ന്യൂറോണുകളുടെയും നശീകരണം മൂലം പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയാണ് ഈ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്നത്. 10,000 കുഞ്ഞുങ്ങളിൽ ഒരാൾ എന്ന അനുപാതത്തിലാണ് സാധാരണ രോഗബാധ. ഞരമ്പുകളിലെ തകരാറു കാരണം പേശികൾ ചലനശേഷി ഇല്ലാതാവുകയും പിന്നീട് അസ്ഥികളെ രോഗം ബാധിക്കുകയും ചെയ്യും. പ്രായമേറും തോറും അവസ്ഥ കൂടുതൽ ഗുരുതരമാകും. കുട്ടികളിലാണ് സാധാരണയായി ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത്. ജീൻ തെറാപ്പി മാത്രമാണ് ഇതിന് പരിഹാരം.